ലിവിങ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാനിന്ന് സ്വാഗതം അരുളുകയാണ്. ഇതാ നദി പോലെ ഒഴുകുന്ന ഒരു വലിയ സമാധാനം ഇന്ന് കർത്താവ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക്, നിങ്ങളായിരിക്കുന്ന എന്താ പറയുക, ചിലപ്പോൾ ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന പോലെ ചില സാമ്പത്തിക വിഷയത്തിലൊക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഇതാ നദി പോലെ ദൈവത്തിൻ്റെ സമാധാനം ഇപ്പോൾ ഒഴുകി ഇറങ്ങുകയാണ്. വിശ്വാസത്തോടെ അത് എനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ചെടുക്കാൻ തുടങ്ങിയാലും കർത്താവ് വലിയ സമാധാനം നിങ്ങളുടെ സകല നിലവുകളെയും കവിയുന്ന, നിങ്ങളുടെ ചിന്തകളെ മുഴുവൻ ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, അത്രയും പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നത്തെ മുഴുവൻ കവിയുന്ന ഒരു അമാനുഷികമായ ഒരു സമാധാനം കർത്താവ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മുകളിലൂടെ കർത്താവ് ഒഴുക്കി ഇറക്കുന്നത് ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കോ സ്പോൺസറാണ്, ദുബായിൽ നിന്ന് മിനു ജെറി ആണ്. താങ്ക് യു മിനു ആൻറ്റി, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് മിനു ജെറിയുടെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ സമാധാനവും ദൈവിക സന്തോഷവും ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ കൃപയും അനുഗ്രഹവും എല്ലാം അങ്ങ് പകർന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഞങ്ങൾ ജെറിയങ്കിൾ ഞങ്ങളുടെ കൂടെ ദുബായിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ കൂട്ടായ്മയിലുണ്ടായിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് അദ്ദേഹം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടത്. എങ്കിൽ കൂടെയും ആ കുടുംബത്തിൻ്റെ മേൽ ദൈവികമായ സമാധാനത്തെയും സന്തോഷത്തെയും ദൈവകൃപയും ഞങ്ങളിപ്പോൾ പകർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്ന അതേ സന്ദേശ പരമ്പര, അതായത് ഫിലിപ്പിയ ലേഖന പഠന പരമ്പരയിലേക്കാണ് നമ്മൾ മാർച്ച് ചെയ്യാൻ പോകുന്നത്. എന്നോടുകൂടെ കടന്നു വരാൻ താല്പര്യമുള്ള എല്ലാവരും എന്നോടുകൂടെ കടന്നു വരിക. വേഗത്തിൽ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഫിലിപ്പിയ ലേഖന പഠനം തുടരുകയാണ്. ഈസ് എ സ്റ്റഡി സീരീസ്. നമ്മളെ ആരംഭം മുതൽ നോക്കുകയാണെങ്കിൽ പൗലോസ് വീട്ടുതടങ്കിൽ കിടന്നുകൊണ്ട്, ജയിലനുഭവത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ഒരു ലെറ്ററാണ്. പക്ഷേ ഇതിനെ വിളിക്കുന്നത് ദ ലെറ്റർ ഓഫ് ജോയ് എന്നാണ്, സന്തോഷത്തിൻ്റെ കത്ത്. അങ്ങനൊരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ വകുപ്പില്ല. ജയിൽ കിടക്കുന്ന ഒരാൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? എന്നാൽ നമ്മുടെ ഉയരങ്ങൾ നിശ്ചയിക്കുന്നത് മനോഭാവങ്ങളാണ്. അവർ ആൾട്ടിറ്റ്യൂഡ് ഈസ് ഡിസൈഡഡ് ബൈ അവർ ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലും നമുക്ക് ദൈവത്തിനോട് ജീവിക്കാൻ കഴിയും. നമുക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ്. ഞായറാഴ്ച ഒന്ന് ആരാധനയ്ക്ക് വരാമോ? എന്തെല്ലാം തടസ്സങ്ങളാണ്. ഞായറാഴ്ച ഒരു ദിവസമേ അവധിയുള്ളൂ, അന്നാണ് വാഷിംഗ് എല്ലാം ഉള്ളത്, വീട് ക്ലീനാക്കാനുണ്ട്, ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ കണ്ടോളാം. ഓൺലൈൻ ഓണാക്കി വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നടക്കും. കണ്ടുവെന്നുമായി പോയെന്നുമായി എന്തൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ ചെയ്യുന്നു. പൗലോസിനെ പോലെയുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരു സാഹചര്യവും ഇല്ലാത്ത, എല്ലാ സാഹചര്യങ്ങളും എതിരായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒന്ന്, ഹി വാസ് ക്രൈസ്റ്റ് സെൻറ്റേർഡ്. എഴുതി വെക്കുക, അവൻ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിച്ചു. എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ക്രിസ്തുവിന് വേണ്ടി. തൻ്റെ ലൈഫ് ഒരു ഓർബിറ്റിലാണ് കറങ്ങുന്നത്, നടുക്ക് ക്രിസ്തുവാണ്. എന്തും ക്രിസ്തുവിന് വേണ്ടി. ആ രീതിയിലുള്ളൊരു മനോഭാവത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ് പൗലോസ്. സോ തൻ്റെ ലൈഫാണ് തൻ്റെ ഈ ലെറ്ററിലൂടെ റിഫ്ലക്റ്റഡ് ആകുന്നത്. ഇത് കാണുന്ന എല്ലാവരോടും ഞാൻ പറയുക, നമ്മുടെ ജീവിതം ഈ ഫിലിപ്പിയ ലേഖന പഠനം തീരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറും, ആറ്റിറ്റ്യൂഡുകൾ മാറും, കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങളെല്ലാം അങ്ങ് മാറാൻ പോവുക. നമുക്ക് അടുത്ത വചനത്തിലേക്ക് പോകാം. 20 വചനങ്ങളാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. 21ാമത്തെ വചനം എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇവിടെ കാണുന്ന ഇതാണ്, ഫിലിപ്പി ലേഖനം 1:21. ഫോർ ടു മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. വേറെ ആരും ലോകത്തിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റ് അപ്പോസ്തലന്മാരൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല.
ഇദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ, ഇദ്ദേഹത്തിൻ്റെ സ്ലോഗൻ, ഇദ്ദേഹത്തിൻ്റെ മോട്ടോ നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെയാണ്. 21 എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഓ മൈ ഗോഡ്, അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഒന്ന് കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഫോർ ടു മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. ഇതൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു വചനമാണ്. ഒത്തിരി സ്റ്റിക്കറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ ഇതിൻ്റെ കോട്ട്സ് വരാറുണ്ട്. അപ്പോൾ ഈ ഒറ്റ വചനമെടുത്ത് പ്രസംഗിച്ചിട്ട്, എന്ന് വെച്ചാൽ ലോകമെമ്പാടും പ്രാസംഗികർ ഈ ഒരൊറ്റ വചനം എടുത്ത് പ്രസംഗിച്ച് അനേകർ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്, ഒരു വലിയ ഡീപ്പർ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഏതാനും വാക്കുകളാണ്. ഫോർ ടു മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. അവിടെ ജീവിതവും വരുന്നുണ്ട്, മരണവും വരുന്നുണ്ട്, ക്രിസ്തുവും വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? പോൾ വാസ് റെഡി ഫോർ ലൈഫ് ഓർ ഡെത്ത് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ ജീവിക്കാനും തയ്യാറാണ്, മരിക്കാനും തയ്യാറാണ്. ജീവിച്ചിരിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, മരിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കും. വാവ്. സോ ലൈഫ് ആഫ്റ്റർ ദിസ് ലൈഫ് in Christ is much better than the present life in Christ in the body. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മരണശേഷമുള്ള ജീവിതവും ക്രിസ്തുവിനുള്ളതാണ്, ഇപ്പോൾ ഈ ബോഡിയിൽ ജീവിക്കുമ്പോഴുള്ള ജീവിതവും ക്രിസ്തുവിനുള്ളതാണ്. പക്ഷേ ആദ്യം പറഞ്ഞതാണ് നല്ലത്. അതായത് ഈ ശരീരം വിട്ടിട്ട് ക്രിസ്തുവിനോടുകൂടി ചേരുവാണെങ്കിൽ അതാണ് നല്ലത്. കാരണം അവിടെ പെർസിക്യൂഷനില്ല, രോഗങ്ങളില്ല, ക്യാൻസർ ഇല്ല, കോവിഡ് ഇല്ല, ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറുകയാണ്. പീഡനങ്ങളില്ല, ക്രിറ്റിസിസം ഇല്ല, വഴക്കില്ല, ഇതൊന്നുമില്ലാത്തൊരു സംഭവം. ഈ ജിം എലിയറ്റിനെ കുറിച്ച് എത്ര പേർ കേട്ടിട്ടുണ്ട്? ജിം എലിയറ്റ്, അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു. അദ്ദേഹം എഴുതിയത്, ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഹീസ് നോ ഫൂൾ ഹു ഗിവ്സ് വാട്ട് ഹീ കനോട്ട് കീപ്പ് ടു ഗെയിൻ വാട്ട് ഹീ കനോട്ട് ലൂസ്. എൻ്റെ മലയാളം പറഞ്ഞു പിടിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യുക. ഒന്നുകൂടി ഞാനത് പറയാം. ഹീസ് നോ ഫൂൾ ഹു ഗിവ്സ് വാട്ട് ഹീ കനോട്ട് കീപ്പ് ടു ഗെയിൻ വാട്ട് ഹീ കനോട്ട് ലൂസ്. ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്തൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി എനിക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരു കാര്യം വിട്ടുകളയുന്നൊരു മനുഷ്യൻ വിഡ്ഢിയല്ലെന്ന്. എങ്ങനെ എന്നെ മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ മാക്സിമം ശ്രമിക്കാം വിശദീകരിക്കാൻ. ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ് ക്രിസ്തു, നിത്യജീവൻ. ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടരുത്. എന്നാൽ എനിക്ക് പിടിച്ചുകൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ് എൻ്റെ ജീവൻ. എന്ന് വെച്ചാൽ എന്നും ഏത് സമയത്തും എൻ്റെ ജീവൻ പോകും. ദൈവം എന്നെ തിരിച്ചു വിളിക്കും. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടാൻ കഴിയാത്ത, നഷ്ടപ്പെട്ടാൽ പറ്റില്ല, നഷ്ടപ്പെടാൻ പാടില്ലാത്ത ക്രിസ്തു ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടരുത്. നിത്യജീവൻ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അതിനെ നഷ്ടപ്പെടാൻ പാടില്ലാത്തതിന് വേണ്ടി എനിക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത എൻ്റെ ജീവൻ കളഞ്ഞാൽ ഞാനൊരു വിഡ്ഢിയല്ല, ഞാൻ ജ്ഞാനിയാണ്. അദ്ദേഹം ചെയ്തത്, ഈ അറിയാലേ, ഇക്വഡോറിലുള്ള ഔക്ക എന്ന് പറയുന്ന ട്രൈബിനെ റീച്ച് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോവുകയാണ്. അങ്ങനെ പോയി അവിടെ അവർക്ക് വേണ്ടിയൊക്കെ പലതും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു. എന്നാൽ അദ്ദേഹം മരിച്ചെങ്കിലും തൻ്റെ മരണത്തിലൂടെ ആ ട്രൈബൽ ആളുകൾ കർത്താവിലേക്ക് വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വൈഫ് എലിസബത്ത് എലിയറ്റ് ആണെന്ന് തോന്നുന്നു, പേര് മറന്നുപോയി, അവിടെ പോയി ഔക്ക വിഭാഗത്തിന് വേണ്ടി തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. സോ വെൻ ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ്, ഈവൻ ഡെത്ത് ബിക്കംസ് എ ഡോർവേ ടു റിവാർഡ്, നോട്ട് എ ട്രാജഡി. മരണം ഒരു ദുരന്തമല്ല. യേശുവിൻ്റെ മരണം ദുരന്തമാണോ? സ്തെഫാനോസിൻ്റെ മരണം ദുരന്തമാണോ? പത്രോസിൻ്റെ മരണം ദുരന്തമാണോ?
പൗലോസിൻ്റെ മരണം ദുരന്തമാണോ? അവരെല്ലാം ഒരു പ്രത്യേക കോസിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, മരിച്ചു. വെൻ ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ് ഫോർ യു, ഈവൻ ഡെത്ത് ബിക്കംസ് എ ഡോർവേ ഫോർ യു ടു റിസീവ് റിവാർഡ്സ്, നോട്ട് എ ട്രാജഡി. കർത്താവാണ് നമ്മുടെ എല്ലാമെങ്കിൽ മരണം പോലും പ്രോഫിറ്റബിളാണ്, ലാഭമാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടണം, നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിടുക. ലൈഫ് ഓർ ഡെത്ത്, ഐ ആം ഫോർ ക്രൈസ്റ്റ്. ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ലൈഫ് ഓർ ഡെത്ത്, ഐ ആം ഫോർ ക്രൈസ്റ്റ്. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിനുള്ളത്. ഒന്ന് ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിന്. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിന്. ലൈഫ് ഓർ ഡെത്ത്, ഐ ആം ഫോർ ക്രൈസ്റ്റ്. ആമേൻ. So giving life to the author of life is counted as a privilege. ജീവൻ തന്നവന് വേണ്ടി ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്, അല്ലേ? ജീവൻ തന്നവന് വേണ്ടി ജീവൻ കൊടുക്കുന്നത് ഒരു ഭാഗ്യമാണ്. ടൈപ്പ് ചെയ്യുക, എഴുതി വെക്കുക. ഗിവിംഗ് ലൈഫ് ടു ദി ഓഥർ ഓഫ് ലൈഫ് ഈസ് കൺസിഡേർഡ് എ ഗ്രേറ്റ് പ്രിവിലേജ്, മേ ബി ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ്. ഇനി ഞാനൊരു സംഭവ കഥ പറയാം. ഇതൊരു ചരിത്രമാണ്. ടൈറ്റാനിക് എല്ലാവർക്കും അറിയാം, RMS ടൈറ്റാനിക്. അതിൽ ഗ്ലാസ്ഗോയിൽ നിന്നുള്ള ഒരു പാസ്റ്റർ അതിനകത്തുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ഹാർപ്പർ. 39 വയസ്സേ ഉള്ളൂ. വൈഫ് മരിച്ചുപോയി. 6 വയസ്സുള്ള നാന എന്നൊരു പെൺകൊച്ചും കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ കൂടെ ഉണ്ട്. ടൈറ്റാനിക്കിൽ അവർ യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണ്? അമേരിക്കയിലെ ഷിക്കാഗോയിലേക്ക് മൂഡി മിനിസ്ട്രീസ്, മൂഡിയുടെ പ്രവർത്തനമുള്ള ആ സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി? ഒരു സീരീസ് ഓഫ് റിവൈവൽ മീറ്റിങ്സിൽ പ്രസംഗിക്കാൻ വേണ്ടി മൂഡി ഇൻസ്റ്റിറ്റ്യൂട്ടിലിട്ട് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റാനിക്കിൽ ആയിരക്കണക്കിന് ആളുകളുള്ളതിൽ അദ്ദേഹമുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ടൈറ്റാനിക് ഐസ്ബർഗിൽ ഇടിച്ച് തകർന്ന് യാത്രക്കാരെല്ലാം വലയുന്നു. ഭയങ്കരമായി പാനിക് ചെയ്യുന്ന ആ സിറ്റുവേഷൻ ടൈറ്റാനിക് ഒരിക്കലും ചരിത്രത്തിൽ ആരും ഇനി മറക്കില്ല. അതിലൊരു ദൈവദാസനും മകളും ഉണ്ടായിരുന്നു, 6 വയസ്സുള്ള നാന. സംഭവിച്ചു കേൾക്കണോ? ഈ വലിയ പാനിക് സിറ്റുവേഷൻ വന്ന സമയത്ത് ലൈഫ് ബോട്ടിലേക്ക് ഈ മകളെ അദ്ദേഹം കയറ്റിയ ശേഷം അദ്ദേഹം തിരിച്ച് കപ്പലിലേക്ക് ഓടി ചെന്നിട്ട് ഡക്കിലൂടെ ഓടി നടക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഓൾ വിമൻ, ചിൽഡ്രൻ ആൻഡ് അൺസേവ്ഡ് ഗെറ്റ് ഇൻ ടു ദ ലൈഫ് ബോട്ട്സ്. അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും രക്ഷിക്കപ്പെടാത്തവർ വേഗം ലൈഫ് ബോട്ടുകളിലേക്ക് കയറിക്കൊള്ളാൻ പറയും. അങ്ങനെ അദ്ദേഹം ഓടി നടന്ന് ഒത്തിരി പേരെ, സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കപ്പെടാതെ, ഓരോരുത്തരും ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറയും. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നേരെ ലൈഫ് ബോട്ടിലോട്ട് കയറിക്കൊള്ളാൻ പറയും. കാണുന്ന ഡെക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരുന്ന ആദ്യത്തെ അദ്ദേഹം ചോദിക്കുന്ന, ആർ യു സേവ്ഡ്? രക്ഷിക്കപ്പെട്ടതാണോ? ഇത് തന്നെ ചോദിച്ചുകൊണ്ടെടുക്കുക. രക്ഷിക്കപ്പെട്ടാലെന്ന് പറഞ്ഞാൽ ബോട്ടിലേക്ക് കയറാൻ പറയും. ഒറ്റ സെൻറ്റൻസിൽ അദ്ദേഹം പറയും, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷപ്പെടും. ഇത് പറഞ്ഞുകൊണ്ട് പരക്കം പാഞ്ഞ് നടക്കുകയാണ് ഈ പാസ്റ്റർ. അങ്ങനെ തൻ്റെ ലൈഫ് ജാക്കറ്റ് വേറൊരാളുടെ കയ്യിലേക്ക്, രക്ഷിക്കപ്പെട്ടാണെന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞ് അവസാന സമയത്ത് രക്ഷിക്കപ്പെട്ടതല്ലെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ലൈഫ് ജാക്കറ്റ് നേരെ ഊരി അദ്ദേഹത്തിന് കൊടുത്തിട്ട്, യു നീഡ് ദിസ് മോർ ദാൻ ഐ നീഡ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ലൈഫ് ജാക്കറ്റ് അങ്ങ് എടുത്തു കൊടുത്തു. അങ്ങനെ സ്വന്തം ലൈഫ് ജാക്കറ്റ് വേറൊരാൾക്ക്, രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് കൊടുത്തു. കാരണം അദ്ദേഹം അന്ന് മരിച്ചാൽ കർത്താവിൻ്റെ അടുക്കലെത്തും, വിട്ടുപിഴിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. അതിന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. എന്നാൽ മറ്റേ ആൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് കുറച്ച് നാളോട് ജീവിച്ചാൽ ഇപ്പോഴും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വെച്ച് കൊടുത്തു. അങ്ങനെ വരെ നടന്ന് അവസാനം വരെ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടി. ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് ലൈഫ് ബോട്ട് പോയി. 4 വർഷങ്ങൾക്ക് ശേഷം കാനഡയിലെ ഒൻറ്റാറിയോയിൽ ഈ ടൈറ്റാനിക്കിലെ സർവൈവേഴ്സിൻ്റെ ഒരു മീറ്റ് നടക്കുകയാണ്. 4 വർഷങ്ങൾക്ക് ശേഷം അതിലൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ വെള്ളത്തിൽ ഈ കപ്പലിൻ്റെ ഏതൊരു പീസ് കയ്യിൽ കിട്ടിയിട്ട് അതിലിങ്ങനെ തിരമാലകളോട് മല്ലടിച്ച് ഇങ്ങനെ ഒഴി നടക്കുക, അതിൽ പിടിച്ച് കിടക്കുക. ആ സമയത്ത് ഈ പറഞ്ഞ മനുഷ്യൻ ജോൺ ഹാർപ്പർ
വേറൊരു പീസ് എന്തോ സാധനത്തിൽ പിടിച്ചുകൊണ്ട് തിരമാലയിൽ ഇങ്ങനെ അലയടിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, ആർ യു സേവ്ഡ്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നോ, കർത്താവ് യേശുവിൽ വിശ്വസിച്ച് നീ രക്ഷപ്പെടുന്നു പറയുമല്ല. തിരമാല അടിച്ച് അദ്ദേഹം അകന്നുപോയി. കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തൊരു തിരമാലയിൽ അദ്ദേഹം തൻ്റെ അടുക്കിലേക്ക് വന്നു. വീണ്ടും ചോദിച്ചു, ആർ യു സേവ്ഡ്? അദ്ദേഹം പറഞ്ഞു, ഐ എം നോട്ട് ഷുവർ, എനിക്കറിയില്ല, എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശുവിൽ വിശ്വസിച്ച നീ രക്ഷപ്പെടും എന്ന് പറയാൽ അടുത്ത തിരമാലയിൽ അദ്ദേഹം വീണ്ടും അകന്നുപോയി. പിന്നെ കണ്ടിട്ടില്ല. 2 മൈലോളം താഴേക്ക് വെള്ളമുണ്ട്, എന്ന് വെച്ചാൽ ആഴമുണ്ട്. ആ പലകയിൽ എന്തോ പിടിച്ചു കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. പിന്നീട് എങ്ങനെയോ അദ്ദേഹം ഏതോ ബോട്ടോ എന്തോ വന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ജോൺ ഹാർപ്പർ മരിച്ചുപോയി. 39 വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ ആ ദൈവദാസൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇത്രയും പേരെ കർത്താവിലേക്ക് നടത്താൻ അദ്ദേഹം പെട്ട പാട് ഭയങ്കരമാണ്. അതിൻ്റെ ലെഗസി ഭയങ്കരമാണ്. പിൽക്കാലത്ത് മകള് നാന, അവൾ വളർന്നപ്പോഴും 6 വയസ്സുകാരുടെ അകത്ത് അപ്പൻ്റെ ആ ധൈര്യം, ജീവൻ ദൈവത്തിന് കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസ്, അതെല്ലാം അവളുടെ അകത്ത് അപ്പോഴും ഉണ്ടായിരുന്നു. For to me to live is Christ and to die is gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ചോദ്യം, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ജീവിതം സമർപ്പിക്കണം. ഇത്രയും ശക്തമായ രീതിയിൽ നിന്ന് ദേവദാസന്മാർ അനേകരെ കർത്താവിലേക്ക് നടത്തി. നിങ്ങളെയും കർത്താവ് അതിനു വേണ്ടി കണ്ടിരിക്കുന്നു, എന്നെ കണ്ടിരിക്കുന്നു. എങ്ങനെയും കുറേ പേരെ കൂടി കർത്താവിലേക്ക് കൊണ്ടുവരാൻ. For to me to live is Christ and to die is gain. നിങ്ങൾ അങ്ങനെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഇപ്പം അങ്ങ് പ്രാർത്ഥിച്ചു, നെഞ്ചിലോട്ട് കൈവച്ചു, പറ, യേശുവേ, അങ്ങൻ്റെ കർത്താവാണ്, അങ്ങൻ്റെ ദൈവമാണ്, എനിക്ക് വേണ്ടിയാണ് അങ്ങ് മരിച്ചത്, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, സൗജന്യമായി അങ്ങ് നൽകുന്ന രക്ഷ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ഇനിയുള്ള ആയുസ് യേശുവിന് വേണ്ടി. എല്ലാവരും വാതുറന്ന് പറഞ്ഞ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭവുമാണ്. ആമേൻ. 22 മുതലുള്ള ഭാഗം നോക്കാം. If I am to go on living in the body, this will mean fruitful labor for me. Yet, what shall I choose? I do not know. I am torn between the two. I desire to depart and be with Christ, which is better by far. But it is more necessary for you that I remain in the body. 25. Convinced of this, I know that I will remain. And I will continue with all of you for your progress and joy in the faith, so that through my being with you, again your joy in Christ Jesus will overflow on account of me. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 22 മുതൽ. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടെ ഇരിക്കുമെന്നും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. 26 കൂടെ. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തുവേശു വർദ്ധിപ്പാൻ ഇടയാകും. 26 വരെയുള്ള ഭാഗം. ഇവിടെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുക എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഡിപ്പാർട്ട് എന്നുള്ളൊരു വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്, അതിന് 2 അർത്ഥങ്ങളാണ് ആക്ച്വലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഒറിജിനലി ഉള്ളത്. നമ്പർ 1, ടു ലൂസൻ ദ റോപ്സ് ഓഫ് എ tent and pick up and move to a new campsite. Here a perfect campsite. ഇവിടുത്തെ ഒരർത്ഥം ഇതാണ്, ഒരു ടെൻ്റ് അടിച്ച് കുറേ ആളുകൾ താമസിക്കുക, കുറച്ച് പേര് താമസിക്കാതിരിക്കുക. ആ ടെൻ്റിൻ്റെ എല്ലാം ഊരി, കയറുകളൊക്കെ അഴിച്ച് ഊരി പാക്ക് ചെയ്ത് വേറൊരു ക്യാമ്പ് സൈറ്റിലേക്ക് ചെന്ന് ടെൻ്റ് അടിക്കുക.
അങ്ങനെ ചെയ്യുന്നതിനാണ് ഡിപ്പാർട്ട് എന്ന് പറയുന്നത്. അടുത്തൊന്ന് ടു ലൂസ് ഇൻ ദ മൂറിങ്സ് ഓഫ് എ ഷിപ്പ് ആൻഡ് സെറ്റ് സെയിൽ ഫോർ അനദർ പോർട്ട്. മറ്റൊന്ന് ഈ കപ്പലിൻ്റെ മൂറിങ്സ് എല്ലാം കട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് അങ്കൂരമിട്ട് കിടക്കുകയാണ്. അത് കട്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഷിപ്പിനെ അടുത്തൊരു തുറമുഖത്തേക്ക് കൊണ്ടുപോയി. ഇത് രണ്ടിൻ്റെയും പേരാണ് ഡിപ്പാർട്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഈ പറയുന്നത്. ഈ രണ്ട് കേസിൽ സംഭവിക്കുന്നത് എന്താണ്? ടെൻറ്റ് മാറ്റി അടിച്ചാലും ഒരു കപ്പൽ നങ്കൂരം കട്ട് ചെയ്ത് പുതിയൊരു പോർട്ടിലേക്ക് പോയാലും സംഭവിക്കുന്നത് ഇൻ ബോത്ത് കേസസ് ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് അഡ്രസ്. ഡെത്ത് ഈസ് എ ചേഞ്ച് ഓഫ് അഡ്രസ്. മേൽവിലാസം മാറുകയാണ്, അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ്. ഈ ലൊക്കേഷനിൽ നിന്നും ആ ലൊക്കേഷനിലേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മരണത്തിൽ സംഭവിക്കുന്നത് ഡെത്ത് ഈസ് എ ചേഞ്ച് ഓഫ് അഡ്രസ്. മരണത്തിൽ സംഭവിക്കുന്നത് എക്സ്റ്റിങ്ക്റ്റ് ആകുകയല്ല, ഇല്ലാതാകുകയല്ല, പകരം മേൽവിലാസം മാറുകയാണ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, മരണത്തിൽ എൻ്റെ മേൽവിലാസം മാറുന്നു. എല്ലാവരും ടൈപ്പ് ചെയ്യും, മരണത്തിൽ എൻ്റെ മേൽവിലാസം മാറുന്നു. മരണത്തിൽ സംഭവിക്കുന്നത് അഡ്രസ് ചേഞ്ചാണ്, അത്രേ ഉള്ളൂ. ഡെത്ത് ഈസ് ജസ്റ്റ് ആൻ അഡ്രസ് ചേഞ്ച്. അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് സീസിങ് ഓഫ് എക്സിസ്റ്റൻസ് ബട്ട് ചേഞ്ചിങ് ഓഫ് റെസിഡൻസ്. അത് ഇല്ലാതാകുകയല്ല, പകരം വസതി മാറുകയാണ്, മറ്റൊരു വസതിയിലേക്ക്, മറ്റൊരു വീട്ടിലേക്ക് മാറുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ പറയാനുള്ള കാരണം, ഒന്ന്, ടു കണ്ടിന്യൂ ടു ലിവ് ഇൻ ദ ബോഡി മീൻസ് ഗെയിൻ ടു ക്രൈസ്റ്റ് ബിക്കോസ് ഓഫ് പോൾസ് earthly ministry, fruitful labor or ministry. ശരീരത്തിൽ തന്നെ തുടരുവാണെങ്കിലുള്ള ലാഭം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നേട്ടം എന്ന് പറയുന്നത് വളരെ ഫലവത്തായ ശുശ്രൂഷ ഈ ശരീരത്തിലിരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ടു ഡൈ ഈസ് പേഴ്സണൽ ഗെയിൻ. അപ്പോൾ ആദ്യത്തേതിൻ്റെ ലാഭം വരുന്നത് ക്രിസ്തുവിനും സഭയ്ക്കുമാണ്. ഈ ശരീരത്തിൽ തുടർന്നാൽ കുറേ കൂടി ശുശ്രൂഷിക്കാം, ആത്മാക്കളെ നേടാം, കൂടുതൽ എഴുതാം, ചർച്ചകൾ പ്ലാൻ ചെയ്യാം, ശുശ്രൂഷകർ എഴുന്നേൽപ്പിക്കാം. അതിലൂടെ ക്രിസ്തുവിനും തൻ്റെ സഭയ്ക്ക് ലാഭമാണെങ്കിൽ അടുത്തത് ടു ഡൈ ഈസ് പേഴ്സണൽ ഗെയിൻ. മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലാഭമാണ്. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ ലിവിങ് ഓൺ എർത്ത്. ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ 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 ശ്രേഷ്ഠമാണ് മരിച്ച ശരീരം വിട്ട് ആത്മാവ് കർത്താവിനോടുകൂടി ഇരിക്കുന്നത്. കാരണം പെർസിക്യൂഷൻ അവിടെ നിൽക്കുകയാണ്, ഇനി വിചാരണയില്ല, കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല, പട്ടാളക്കാരുടെ പീഡനങ്ങളില്ല, പട്ടണങ്ങൾ തോറും കല്ലേറില്ല, പട്ടിണി, നഗ്നത, പലവട്ടം ആപത്ത്, കോലുകൊണ്ടുള്ള അടി, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, നാട്ടിലെ ആപത്ത്, കാട്ടിലെ ആപത്ത് തുടങ്ങി വലിയ ലിസ്റ്റാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അതാണ് പേഴ്സണൽ ഗെയിൻ. ശരീരത്തിൽ തുടരുകയാണെങ്കിൽ കർത്താവിനും സഭയ്ക്കും ലാഭം. ഇതാണ് സിറ്റുവേഷൻ. സോ ടു ബി വിത്ത് ക്രൈസ്റ്റ് മീൻസ് wherever Christ is, there the believer will be also at death. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏതൊരു വിശ്വാസിയും എവിടെ വെച്ച് മരിച്ചാലും എങ്ങനെ മരിച്ചാലും ക്രിസ്തു എവിടെയാണ് അവിടെ ഉണ്ടായിരിക്കും. അതാണ് ക്രിസ്തുവിനോട് കൂടെ എന്നതിൻ്റെ അർത്ഥം. 2 Corinthians 5:6, 6 മുതൽ 9 വരെ വായിക്കുമ്പോൾ therefore we are always confident and know that as long as we are at home in the body we are away from the Lord. ഞങ്ങൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ കർത്താവിൽ നിന്ന് അകലെയാണ്. എൻ്റെ അർത്ഥം ശരീരം ഒരു തടസ്സമാണ്, ഒരു ബാരിയറാണ്. കാരണം ദൈവം ആത്മാവാകുന്നു, ഈ ശരീരത്തിനകത്തൊരു ആത്മാവുണ്ട്. ശരീരമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ഷൻസിലെ ബ്ലോക്ക് വരുന്ന ശരീരമാണ്. 7 For we live by faith not by sight. അതിനാൽ ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കുന്നു. We are confident, I say, and would prefer to be away from the body and at home with the Lord. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ശരീരം വിട്ട് ക്രിസ്തുവിനോട് ഇരിക്കുവാനാണ് ആഗ്രഹം. Verse number 9 For we make it our goal to please him whether we are at home in the body or away from it. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം. വാവ് വാവ് വാവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മോട്ടീവ്സ് എന്താണ്? മോട്ടോ എന്താണ്?
എന്തിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്? ഇതുപോലുള്ള ചില കോസസ്, ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിന് അർത്ഥമുണ്ട്, ഫോക്കസുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് US ഞങ്ങൾ മിനിസ്ട്രിയിലായിരിക്കുന്ന സമയത്ത് ഷാലറ്റിൽ, നോർത്ത് കരോലൈനയിലെ ഷാലറ്റിലൂടെ പോയി അവിടെ ബില്ലി ഗ്രഹാം ലൈബ്രറിയിൽ ഞങ്ങളൊന്ന് കയറി. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആളോട് ചോദിച്ചു ബില്ലി ഗ്രഹാമിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അന്ന് അദ്ദേഹം 90s-ലാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പാർക്കിൻസൺസ് പോലേക്ക് വന്നിട്ട് കൈകളൊക്കെ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുകയാണ്. വിസിറ്റേഴ്സിനൊന്നും കാണുന്നില്ല അദ്ദേഹം ഇങ്ങനെ. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ബുക്ക് റൈറ്റിങ്ങിലാണ്. കൂടാതെ ഒരു ക്രൂസൈഡ് കൂടി പ്രസംഗിക്കാൻ, ഒരു ക്രൂസൈഡിൽ കൂടെ ഒരു സുവിശേഷ പ്രസംഗം കൂടി ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയെന്ന് അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞു. അപ്പം 90s-ലാണ് ഓൾറെഡി. അപ്പോഴും കർത്താവിന് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസൻ ബില്ലി ഗ്രഹാം. ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? ആ പാസ്റ്റ് ഓർമ്മയുണ്ട്. ജോൺ ഹാർപ്പർ, ടൈറ്റാനിക്കിൽ എല്ലാവരും അവരവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും പെട്ടച്ച് കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഈ ഒരു മനുഷ്യൻ ജോൺ ഹാർപ്പർ എന്ന ദേവദാസൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഇത് തന്നെയാണ് പൗലോസ്. നമ്മളിതൊക്കെയല്ല ചെയ്യേണ്ടത്. അതിനുള്ള കൃപ കർത്താവ് നമുക്ക് തരട്ടെ. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാവും. കൈനീട്ടം. കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗമുള്ള ആരോഗ്യ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആസ്മ രോഗമുള്ളവർ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കർത്താവെ ഓരോരുത്തരെയും സമർപ്പിക്കും. ചെവിക്കകത്ത് പഴുപ്പുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. വെള്ളം ഒലിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എഴുന്നേൽക്കാനും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധി. കുറേ കഴിയുമ്പോൾ ശരിയാണ്. പക്ഷെ അതുപോലെ മോർണിംഗിൽ ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈനീട്ടം. ഏത് വിഷയത്തിലും വിടുതലും സൗഖ്യം ഉണ്ടാകട്ടെ. ആമേൻ. സോ ഇന്നത്തെ ഈ വചന ശുശ്രൂഷ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം. നിങ്ങൾ തന്നെ ഇരുന്ന് ഒത്തിരി പ്രാവശ്യം വായിക്കണം, പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. See you tomorrow. Bye-bye.